miracle. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. Tonight, let's turn our attention to the word. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യവും Matthew chapter 5 verse 14. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യവും. Exodus chapter 34 verse 29 and 30. പുറപ്പാട് പുസ്തകം 34-ന്റെ 29-30 വാക്യം കൂടെ. പ്രൈസ് ദി ലോർഡ്. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി ഇനി വേദപുസ്തകമൊക്കെ വേണം നിങ്ങൾ അടച്ചു വെച്ച് എൻ്റെ മുഖത്തോട്ട് നോക്കി. ഇനിയും നമുക്കൊരു പരിപാടിയുണ്ട്, ചർച്ചയിൽ വന്നാൽ വേദപുസ്തകം കാണാതെ പഠിക്കുന്നത്. There is a problem with some believers. They start reading and learning by heart the verses when they get to church and not read it. എൻ്റെ ചർച്ചയിൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ അടപ്പിക്കും. Amen. Once we get into the core verse, കാരണം അല്ലെ അവിടെ ഇരുന്ന് 25 അധ്യായം വായിക്കും. Otherwise that person will complete 25 chapters there. അതിന് വീട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. We have all the time in the world at our home to go through the word of God. 25-ൽ 50 അധ്യായം വീട്ടിൽ പോയി അങ്ങ് വായിച്ചു. We must make sure that we read at least 50 chapters a day. ഇനി നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുക. Now let's put our attention to what the Lord has to speak. രണ്ട് ഭാഗത്ത് നമ്മൾ വായിച്ചു, ആമേൻ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Both the places we read, you are the light of the world. യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus said you are the light of the world. ആമേൻ. ലോകത്തിന്റെ വെളിച്ചമാകാൻ യേശു പറഞ്ഞു നിങ്ങൾ വെളിച്ചമാകണം. Amen. There Jesus said you have to become light. ആമേൻ. അങ്ങനെ വെളിച്ചമായ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. And we read about a man who became the light. ആമേൻ. മോശയുടെ മുഖം പ്രകാശിച്ചു. Moses' face was shining. ഇന്ന് രാത്രി നമുക്ക് ലോകത്തിന് പ്രകാശം കൊടുക്കണമെങ്കിൽ ആദ്യം ഈ പ്രകാശം നമ്മളിൽ പ്രകാശിക്കണം. If we have to become the light of the world, that means our face must be lighted. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം വെളിച്ചങ്ങളായി തീരണം. Amen. If you have to, when Jesus said you are the light of the world, implies that you have to become the light first. അവൻ നമ്മൾ വെളിച്ചമാകുമ്പോഴേ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. Only when you become the light, you can shine that light to the world outside. ഇന്ന് രാത്രി നമുക്കില്ലാത്തത് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. We cannot preach up what we don't have. നമുക്കില്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. We cannot give what we don't have. ഞാൻ ഒരാളോട് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നവനായിരിക്കണം. When I say other people to rejoice in the Lord, I must be a person who rejoices in the Lord. എനിക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പ്രസംഗം കൊണ്ട് അർത്ഥമില്ല. If I'm not able to rejoice in the Lord, there is no point in me preaching about that. ഞാൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരണമെന്ന് യേശു പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ വെളിച്ചങ്ങളായി തീരണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെളിച്ചങ്ങളായി തീരണം. When we preach about we are the light of the world, in our houses that light must be shining. ഇന്നും നാം അന്ധകാരത്തിൽ കിടന്നിട്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. When we are sustaining our lives in the darkness, fighting against the darkness, there is no point in saying we are നമ്മൾ the light of the world. യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നു അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു പറഞ്ഞത്. When we learn about John the apostle, we understand it says John was a marvelous light that was shining. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുന്നതിന് മുമ്പ്, before we return back home after this service, ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം നമ്മൾ വെളിച്ചങ്ങളായിട്ട് വേണം ഇവിടുന്ന് മടങ്ങി പോകാൻ. when we go back, we must be carrying that light of Jesus in our lives. ആമേൻ. അന്ധകാരത്തിൽ കിടക്കുന്ന അനേകർക്ക് പ്രകാശമായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. We must be able to be the light of other people's darkness. ഇന്ന് രാത്രി നാം അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ വലിച്ചെടുക്കാൻ ആമേൻ ജ്വലിക്കുന്ന മുഖത്തോടെ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകണം. We are called to call out, set free of people who are in darkness ഈ to shine as a light. രണ്ടാമത്തെ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാനൊരു പ്രകാശമായി തീരാൻ നിന്റെ സാന്നിധ്യം എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. Tonight in this section, can we pray, Lord, impart your Holy Spirit so that we become the light. നമ്മളെ കാണുന്നവർ പ്രകാശത്തിൽ നടക്കണം. Let people who see us walk in the light of Jesus. ആമേൻ. നമ്മളെ കാണുന്നവർ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരണം. When people see us, people must be set free from their darkness. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. That is why the Lord has called us. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, Tonight let me tell you, യേശു കർത്താവ് ഒത്തിരി ഒന്നും പ്രസംഗിച്ചില്ല. Jesus did not preach a lot. കുറച്ച് കാര്യമേ പ്രസംഗിച്ചുള്ളൂ. Jesus only spoke a few things. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. One of the most important things he said, you are the salt of the earth. അത് കഴിഞ്ഞ് പറഞ്ഞു യേശു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Then he said in verse 14, you are the light of the world. യേശു ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിൽ ഇന്ന് ലക്ഷം ജനം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. Even though Jesus did not preach a lot, millions of people across are preaching about യേശു Jesus. ക്രിസ്തു ഒത്തിരി ഒന്നും എഴുതിയില്ല. Jesus did not write down a lot. അവൻ കുനിഞ്ഞിരുന്ന് ചില വാക്കുകൾ മാത്രമേ എഴുതിയുള്ളൂ. He only stooped down and mentioned a few writings. പക്ഷേ ആയിരങ്ങൾ ഇന്ന് കർത്താവിനെ കൊണ്ട് കർത്താവിനെ കുറിച്ച് എഴുതുന്നുണ്ട്. Millions of people are writing about the life of Jesus even today. യേശു കർത്താവ് ഒത്തിരി സ്തോത്രം പാടിയെന്ന് എഴുതിയിട്ടില്ല.
ചെയ്തില്ല. Jesus did not do a lot of things on the earth. അവൻ ഒലിവ് മലയിലേക്ക് സ്തോത്രം പാടി പോയി എന്നൊരു വാക്ക് He എഴുതിയിട്ടുണ്ട്. praised God and walked into the mountain of Olives. എന്നാൽ ഇന്ന് ഈ കർത്താവിനെ 10,000 പാടി സ്തുതിക്കുന്നുണ്ട്. Millions of people across the globe are praising and worshiping this Jesus. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? You know what is the reason? ആമേൻ. അവന്റെ പ്രസംഗത്തെക്കാൾ വലുത് ദൈവദേശുവിന്റെ മുഖത്ത് ജ്വലിച്ച പ്രകാശമാണ്. It is more than his preaching, the light that he shined through his life. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രസംഗത്തെക്കാൾ എന്റെ മുഖത്ത് ജ്വലിക്കുന്ന ആത്മീക സന്തോഷമാണ് ആയിരങ്ങളെ കർത്താവിലേക്ക് നേടുന്നത്. So I believe it is more than my preaching, the light that I shine from my life. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരണമെന്ന്. That is why Jesus said you must be the light of the world. ഇന്ന് രാത്രി നമുക്കൊന്ന് വിശ്വസിക്കാമോ? Can we believe tonight? നീ ലോകത്തിന്റെ വെളിച്ചമായി തീരുമെങ്കിൽ അനേകർക്ക് നീ ഒരു അത്ഭുതമായി തീരും. If you become the light of the world, you will be a wonder to many. അവൻ ഇന്ന് രാത്രി തിരുവചനം പറയുന്നു മോശയുടെ മുഖം ജ്വലിച്ചു പ്രകാശിച്ചു. The word of God reminds the face of Moses മോശയുടെ shined. മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. The skin of his face shone bright. ഇത് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. Let me remind you. ആമീൻ. ഒരു കാലഘട്ടത്തിൽ ആമീൻ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ വലിച്ചെറിയുന്ന കാലഘട്ടത്തിലാണ് മോശ ജനിച്ചത്. Moses was born into a timeline where all the boys were thrown away into the river of Nile to be killed. ആമീൻ. ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കാലിന് പിടിച്ച് നൈൽ നദിയിലേക്ക് വലിച്ചെറിയുന്ന കാലഘട്ടത്തിൽ മോശ ജനിച്ചു. All the boy children who were born at that particular timeline were killed in the river of Nile. ഇന്ന് രാത്രി തമ്പുരാന് വേണ്ടി പ്രകാശിക്കാൻ ദൈവത്തിന് മോശയെക്കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ട്, But because the Lord had a plan that he must be a light for this world in his generation, ഏത് കാലഘട്ടത്തിൽ ജനിച്ചാലും മോശെ നിന്നെ അവസാനിപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. despite of the timeline he was born, nobody can stop the plan of God in ആമീൻ. his life. മോശ ജനിച്ച കാലഘട്ടം ദൈവത്തിന് വിഷയമല്ല. The timeline that Moses was born was not a ആമീൻ. problem മോശ for God. ജനിച്ചപ്പോൾ ഭരിച്ച രാജാവ് ദൈവത്തിന് വിഷയമല്ല. Amen. That king who was reigning at that particular time was not a problem ആമീൻ. for God. 10,000 ആൺകുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ മുങ്ങിപ്പൊങ്ങിയാലും ആമീൻ ജ്വലിച്ച് പ്രകാശിക്കാൻ വിളിക്കപ്പെട്ട മോശെ നിന്നെ തൊടാൻ ആർക്കും കഴിയത്തില്ല. Amen. Even though 10,000s of boys will be killed in the river of Nile, Moses, who you are called by God, will not be distracted. ഇന്ന് രാത്രി കാലഘട്ടം ദൈവമേ നിന്റെ നന്മയ്ക്ക് ഒരു വിഷയമല്ല. Amen. Timeline and seasons are not a hindrance for a child of God. ആമീൻ. ഇന്ന് രാത്രി അമേരിക്കൻ പട്ടണം ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ. Oh, those people who are living in this timeline in the US, let me remind you. ആമീൻ. ഏതെല്ലാം പ്രസിഡന്റുമാർ വന്നാലും നീ കാലഘട്ടത്തെ നോക്കി നിരാശപ്പെടണ്ട. Whichever president may be ruling this country, you don't have to worry. വിളിക്കപ്പെട്ട ദൈവമേതിലെ നീ ഏത് കാലഘട്ടത്തിലാണെങ്കിലും നിന്നെ രാജകുമാരനെ പോലെ നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാ. Whichever timeline, whichever rule you are in, the Lord will rule you, reign you as a കാരണം prince. കാലഘട്ടത്തെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. You are called to turn around the timeline of the 10,000 generation. കുഞ്ഞുങ്ങൾ മരിച്ചാലും അഭിഷേകമുള്ളവൻ മരിക്കത്തില്ല. Amen. If you are called by God, he will guide you. കാരണം മോശ ജ്വലിച്ച് പ്രകാശിക്കാനുള്ളവനാ. Oh, Moses is called to shine bright. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്. I say like this. മോശയുടെ അമ്മയെ പോലെ ഭാഗ്യമുള്ള ഒരു അമ്മ ലോകത്തിലില്ല. Amen. There is no other blessed mothers like the mother ആമീൻ. of Moses. മോശ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. When Moses was taken to the palace, ആമീൻ. മോശയുടെ അമ്മയെ ശമ്പളം കൊടുത്ത് കുഞ്ഞിന് പാല് കൊടുക്കാൻ വിളിച്ചു. Moses' mother was paid salary to feed the child. ആമീൻ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. Let me tell you a message. അഭിഷേകമുള്ള തലമുറ, Anointed generation, anointed children. അപ്പനും അമ്മയ്ക്കും ചെലവ് കൊടുക്കാൻ 18 വയസ്സ് വരെ പോകണ്ട. You don't have to wait to receive from your children to wait till the age of 18. മോശ കുഞ്ഞ് പറഞ്ഞു കാണും. Amen. Moses must have said. അമ്മയെ വന്ന് ശമ്പളം വാങ്ങിച്ചു. Baby Moses must have said to his അമ്മയെ വന്ന് father, ശമ്പളം വാങ്ങിച്ചു. "Go start receiving a ഓ salary." മുഴുവൻ വീട്ടിലും കുഞ്ഞുങ്ങൾ ചത്താൻ അമ്മ കരഞ്ഞോണ്ടിരിക്കുക. Amen. All the mothers around the city are crying because they lost their baby. മോശയുടെ അമ്മ 30-ാം തീയതി ശമ്പളം വാങ്ങിക്കുക. Moses' mother is getting ready to receive അഭിഷേകമുള്ള her തലമുറ നിന്റെ blessing. വീട്ടിൽ വന്നാൽ, If you have an anointed child in your അഭിഷേകമുള്ള home, തലമുറ നിന്റെ വീട്ടിൽ if you വന്നാൽ, have an anointed child at your home, മാതാപിതാക്കളെ അത് നിങ്ങൾക്കൊരു that അനുഗ്രഹമായിരിക്കും. will be a blessing to you parents as well. ആമീൻ. ദൈവസഭയെ അത് നിങ്ങൾക്കൊരു Oh, അനുഗ്രഹമായിരിക്കും. church, that will be a blessing to you ഇന്ന് as രാത്രി well. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. Because if God has purposed something for you, that will be a blessing in your life. ഞാൻ പറയാം, മോശയുടെ അമ്മയെ പോലെ ഭാഗ്യം കിട്ടിയ ഒരു സ്ത്രീ There ലോകത്തിലുണ്ടായിട്ടില്ല. is no other woman as blessed as the mother of Moses. ഈ കാലഘട്ടത്തെ ചേർത്ത് ഞാൻ പറയാം. Let me connect it to this contemporary world. 20-25 ആയി കഴിഞ്ഞ അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കാത്ത കാലഘട്ടത്തിൽ We live in a generation where
children don't take care of their mothers even after they are 20 and 25. ജനിച്ചു വീണ തലമുറ പറയുക അമ്മയ്ക്ക് ഞാൻ ശമ്പളം തരാമെന്ന്. The moment Moses was born, Moses is saying, let me take care of my mother. എന്താണ് അവന്റെ മേൽ വീണ ഒരു അഭിഷേകമുണ്ട്. Because there is an anointing that works together in his അവന്റെ മേൽ life. വീണ ഒരു അഭിഷേകമുണ്ട്. There is an anointing that works together in his life. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം. Let me tell you one more thing. നദിയിൽ തീരണ്ടവനെ കൊണ്ട് ചെങ്കടൽ പിളർക്കാൻ ദൈവം ഉപയോഗിച്ചു. Moses was supposed to be ended up in a river, but the Lord used him ഇന്ന് to രാത്രി split നദിയിൽ seas. അവസാനിക്കേണ്ടവനെ കൊണ്ട് ചെങ്കടൽ പിളർക്കാൻ ദൈവം ഉപയോഗിച്ചു. He was supposed to end his life in a river. He split seas. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയട്ടെ, Let me tell you, church. നീ നദിയിൽ തീരാൻ ശത്രു പദ്ധതിയിടുമ്പോൾ, When the enemy plans for your നീ destruction, നദിയിൽ in a river, അവസാനിക്കാൻ ശത്രു പദ്ധതിയിടുമ്പോൾ, when the enemy tries to destruct your life in നിന്നെ a river, കടലിൽ കൂടെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. but today the Lord has planned over your life to split നദിയിൽ seas. തീരണ്ടവനെ കൊണ്ട് ചെങ്കടലെ ദൈവം പിളർപ്പിച്ചു. Oh, to split seas, not to end your life in a ശബല ബല river. ബല ബല ദരഗടകമന റിബല ബല ബല. Dhara jala dhara balakata. Rebe seketele bayandala barakatala ba. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Ha shaba baba baba. Ribala ba ribala Come on, baba. put your hands together and give glory to Oh, God. receive the miracle. Receive the miracle. Receive the wonderful anointing. Oh, receive the wonderful anointing. Resekelba sataya baba banatara jala kaba se. Shabala bala 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 bala. Arthana ribana ba. Adura gada gamana damana bala bala bala. Seteya taya. Rekta jaya. Hallelujah. നദിയിൽ തീരുമെന്ന് ലോകം പറഞ്ഞു. The world assured that he will end up his life in a river. അവനെ ചെങ്കടലിൽ പിളർക്കാൻ ദൈവം ഉപയോഗിച്ചു. There the Lord used him to split Red Sea. എന്തൊരു അത്ഭുതമാ. What a miracle. എന്തൊരു അത്ഭുതമാ. What a miracle. ഓ എന്തൊരു അത്ഭുതമാ. What a wonder. ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. Can you imagine that? ഫറവോനെ നീ അവനെ തീർക്കാൻ വന്നതാ. Pharaoh, you are ready to kill him. നീ ഒരുത്തനെ തീർക്കാൻ വന്നപ്പോ When you wanted to kill one guy, 40 ലക്ഷത്തെ ചെങ്കടലിൽ നിന്ന് പൊക്കിയെടുക്കാൻ ആ ഒരുത്തനെ ദൈവം this ഉപയോഗിച്ചു. one man was used to take across 40 lakhs of people across the sea. നദിയിൽ തീരേണ്ട ഒരുത്തനെ കൊണ്ട് 40 ലക്ഷത്തെ ചെങ്കടൽ ദൈവം പുറത്തു കൊണ്ടുവന്നു. When one man was supposed to give up his life in a river, the Lord used him to deliver millions of people. എന്റെ ചിന്തയിൽ ഞാനിങ്ങനെ പറയും. I say in my imagination, നദിയിൽ നിന്ന് മോശ പുറത്തു വന്നപ്പോ when Moses was delivered from the river, മിരിയാം സ്തോത്രം ചെയ്തു. Miriam must have worshipped. മിരിയാം ദൈവത്തെ സ്തുതിച്ചു. Miriam must have praised God for the deliverance. എന്നാൽ ചെങ്കടലിൽ നിന്ന് പുറത്തു വന്നപ്പോ But when they were delivered, when they crossed over the Red Sea, ഈ മോശ മിരിയാമിന്റെ കൈക്ക് പിടിച്ച് കാണും. Moses must have taken hold of Miriam's hand. മിരിയാമിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാണ്, He must have told to Miriam, എടി കൊച്ചേ, oh daughter, ഈ അന്ന് എനിക്ക് വേണ്ടിയല്ലയോ സ്തോത്രം പറഞ്ഞേ, that day you praised God for my deliverance. നീ എന്നെ ഒരുത്തനെ കണ്ടോണ്ടല്ലയോ സ്തോത്രം പറഞ്ഞേ. Oh, you praised because one person was എടി delivered. നിന്റെ സ്തോത്രത്തിന് തെറ്റുപറ്റിയില്ല. Oh, your praise wasn't wasted. ഞാൻ ഇന്ന് സ്തോത്രം പറഞ്ഞ എന്തിനാണെന്നറിയാവോ? Today you know why I praise the Lord. ഒന്ന് പുറത്തു വന്നേനല്ല 40 ലക്ഷം പുറത്തു വന്നേനാ. Not because one was delivered, but thousands ഓ and ഇന്ന് thousands രാത്രി of ഞാൻ people. സ്തോത്രം പറയുന്നത് ഒന്ന് പുറത്തു വന്നേനല്ല 40 ലക്ഷം പുറത്തു വന്നേനാ. Praise God because He delivered thousands and thousands of people. ഇതിന്റെ പേരാണ് ദൈവ സാന്നിധ്യം. That is called anointing and presence of ഇതിന്റെ God. പേരാണ് ദൈവ That is സാന്നിധ്യം. what the presence of God can do for you. എന്തുകൊണ്ട് മോശയുടെ മുഖം പ്രകാശിച്ചു? Why did the face of Moses shine? ദൈവത്തിന്റെ സാന്നിധ്യം മോശയുടെ കൂടെ Because ഉണ്ടായിരുന്നു. the presence of the Lord was with him. നമ്മുടെ മുഖം പ്രകാശിക്കണമെങ്കിൽ If you want your face to be shining, ഒന്നാമത്തെ കാര്യം first thing, ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. the presence of God must accompany ദൈവ us. സാന്നിധ്യം ചുമ്മാതെ വരത്തില്ല. Oh, the presence of God will not come simply. ഞാൻ തെളിയിക്കാം. Let me tell you. യാക്കോബ് പ്രാർത്ഥിച്ചു. Jacob prayed. യാക്കോബ് ഇങ്ങനെയാ പ്രാർത്ഥിച്ചേ. Jacob prayed in a manner, യാക്കോബ് പറഞ്ഞു, Lord, ആമേൻ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ I വിടുകയില്ല. will not let go of you until you bless me. ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Jacob prayed, Lord, I will not let go of you until you bless me. ഞാൻ ഒത്തിരി സമയം ഇത് ആവർത്തിച്ച് വായിച്ചു. Multiple times I read this phrase. ഒത്തിരി പ്രാവശ്യം വായിച്ചു. I read this multiple times. ഞാൻ ഇതിന്റെ മലയാളം ഡിക്ഷണറിയിൽ ഇതൊന്ന് സെർച്ച് ചെയ്തു. I tried looking this up particular phrase in my local language Malayalam. പാസ്റ്റർ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളായിരുന്നു. Pastor, there is only one meaning to it I could understand. യാക്കോബ് പറഞ്ഞു, Jacob said, നീ എന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നെ വിട്ടേക്കാം. it implies that if once you bless me, I let go of you. അതിന് അർത്ഥം അത്രയല്ലേ ഉള്ളൂ. That's all the simple meaning. വേറെ അർത്ഥം ഉണ്ട് എന്നോട് പറഞ്ഞു തരണം. You must teach me if there is
a different aspect to യാക്കോബ് it. പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടേക്കാം. Jacob said, I will let go of you once you bless me. കാരണം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I will not leave you unless you bless me. That means നീ എന്നെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ വിടും. The other inverse to it is, I will let go of you അപ്പൊ once you bless me. യാക്കോബിന് ആഗ്രഹം ദൈവ സാന്നിധ്യമല്ല, യാക്കോബിന് ആഗ്രഹം ബ്ലെസ്സിംഗ്. Amen. There the desire of Jacob is not about the priority of the presence of God, but he needs his blessing. പക്ഷെ മോശ അങ്ങനല്ല പ്രാർത്ഥിച്ചേ. But Moses did not pray like that. നിന്നെ വിടുവെന്നല്ല പറഞ്ഞേ. Moses did not pray about letting go of God. നീ ഇനി എന്തോ തന്നാലും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി എന്നാ And പറഞ്ഞേ. Moses is saying, I am not going anywhere your presence doesn't go. എനിക്ക് നിന്റെ ആടും കോഴിയും താറാവും വേണ്ട. I don't want your cattle or farming things. യാക്കോബ് പറഞ്ഞു, ആട് വേണം, കോഴി വേണം, മാട് വേണം. Jacob prayed all the blessings in the world. യാക്കോബ് പറഞ്ഞു, നല്ല സുന്ദരിമാരെ ഭാര്യ വേണം. Jacob must have prayed he needs beautiful wives. മോശ പറഞ്ഞു, പോയി പണി നോക്കണം, എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് നിന്നെ വേണം. Moses prayed, I need your presence. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ. And let me tell you something. യാക്കോബിന് കിട്ടിയ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിയതിന്റെ ഷെയറാ. Jacob was only blessed with whatever the other people were also blessed with. എല്ലാവർക്കും വീട് കിട്ടി, യാക്കോബിന് ഒരു വീട് കിട്ടി. Jacob got a house that everybody got. എല്ലാവർക്കും 2 വീട് കിട്ടി, യാക്കോബിന് 5 വീട് കിട്ടി. When others got 2 houses, Jacob must have got 5 houses. എല്ലാവർക്കും 100 ആട് കിട്ടി, യാക്കോബിന് 1000 ആട് കിട്ടി. When people were blessed with 100 cattle, he must have been blessed with thousands of them. എല്ലാവർക്കും ഒട്ടകം കിട്ടി, യാക്കോബിന് നല്ല 5-6 ഒട്ടകം കിട്ടി. Amen. Everybody were blessed with camels, and Jacob was blessed with much more camels. എല്ലാവർക്കും ഭക്ഷണം കിട്ടി, യാക്കോബിനും ഭക്ഷണം കിട്ടി. Everybody got food, and even Jacob got food. എന്നാൽ ഇന്ന് രാത്രി ദൂത് പറയട്ടെ. But today, let me tell you something. സ്തോത്രം ചെയ്യാവോ? Can you praise the Lord for ആരാധിക്കാവോ? this? Can you worship സ്തോത്രം for this? ചെയ്യാവോ? Can you give glory to God? മോശയ്ക്ക് ആർക്കും കിട്ടാത്തതാ കിട്ടിയേ. Moses, the Lord blessed Moses with that nobody ever received. മോശയ്ക്ക് ആർക്കും കിട്ടാത്തതാ കിട്ടിയേ. Moses received that nobody received. എല്ലാരും പോയ വഴി കൂടെ യാക്കോബ് പോയത്. Jacob traveled through the path where everybody went. എല്ലാരും പോയ വഴി കൂടെ യാക്കോബ് പോയത്. Jacob traveled through the path where everybody went. എന്നാരും പോയിട്ടില്ലാത്ത വഴി കൂടെ മോശ പോയത്. But there was a brand new way that the Lord opened for Moses. ആരും പോയിട്ടില്ലാത്ത ചെങ്കടലകത്തൂടെ മോശ ദൈവം പുറത്തു. Moses traveled through a seen. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയട്ടെ. Let me remind you, church. ആർക്കും കിട്ടിയിട്ടില്ലാത്ത നന്മ നിനക്ക് വേണം. If you want a new fresh blessing that the world hasn't seen, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. your prayer must turn around. കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. Pray like the Lord, I need your blessing. I need your presence. എല്ലാരും കഴിച്ച ഭക്ഷണമായി യാക്കോബ് കഴിച്ചേ. Jacob took part of the food that everybody took. മോശയോട് പറഞ്ഞു, മോനെ എല്ലാരും കഴിച്ചല്ല നിനക്ക് തരുന്നേ. But the Lord told Moses, I'm not giving you what everybody eats. ആകാശത്ത് നിന്ന് ആരും കഴിച്ചിട്ടില്ലാത്ത മന്നയും കാടപ്പക്ഷിയും ദൈവം കൊടുക്കാൻ I am തുടങ്ങി. bringing down new fresh divine food from heaven, the manna. ഇന്ന് രാത്രി യാക്കോബിന്റെ പ്രാർത്ഥനയും കൊണ്ടിരുന്ന ഇന്നലെ ഫ്രിഡ്ജിൽ ഇരുന്നതേ കഴിക്കത്തുള്ളൂ. Amen. If you keep praying like Jacob prayed, you will only be a part of others' blessings. ഒരാഴ്ചയായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന ഫ്രോസനെ കഴിക്കത്തുള്ളൂ. You will only be able to take part of what others already have. എന്നാ മോശ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ, But if you pray like what Moses മോശ prayed, പ്രാർത്ഥിച്ച പോലെ if you പ്രാർത്ഥിച്ചാൽ can pray like what Moses ആരും prayed, കഴിച്ചിട്ടില്ലാത്ത ദൈവം നിനക്ക് തരും. the Lord will open up that nobody has ever experienced ഓ, in നീ this ഫ്രീസ് world. ചെയ്ത് വെച്ചത് കഴിക്കണ്ട. You don't have to take part in the old ones. നീ ഫ്രോസൺ ആയത് കഴിക്കണ്ട. You don't have to take part of the frozen old നിനക്ക് ones. പുതിയ മന്ന എന്റെ ദൈവം തരും. Because the Lord wants to bring down something new, ഓ, fresh and divine. Yes, Lord. Yes, Lord. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, Tonight, let me tell you, എല്ലാരും കുടിച്ചതാ യാക്കോബ് കുടിച്ചേ. Jacob drank what everybody drank. എല്ലാരും കുടിച്ച വെള്ളമാ യാക്കോബ് കുടിച്ചേ. Jacob drank what everybody drank. മോശയോട് പറഞ്ഞു, Moses was told. മോശ എല്ലാരും കുടിക്കാനല്ല നിന്നെ വിളിച്ചേ. Lord told Moses, I haven't called you to take part of the old ones. അടിയടാ പാറയുടെ മോളില്. Oh, strike the rock in front of you. അടിയടാ പാറയുടെ മോളില്. Strike with your staff. ഓ, അഭിഷേകമുള്ളവൻ പാറയുടെ മണ്ടക്കടിച്ചു. When an anointed man struck the rock, പുതിയ ഒരു എണ്ണം പുറപ്പെട്ടു വരാൻ there was തുടങ്ങി. a new source of water that opened for a man of ഇന്ന് God. രാത്രി യാക്കോബ് പഴയത് കുടിച്ചപ്പോൾ മോശ ആരും കുടിച്ചിട്ടില്ലാത്തത് കുടിച്ചു. When Jacob took part in the old ones, there was a brand new source of water that opened for a man of God. എന്താ കാരണമെന്നറിയാമോ? You know what is the reason? ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. He only prayed for the presence of God. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, Tonight in our prayer room, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ, last night like I reminded, വാൾമാർട്ടിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുത്. do not enlist your prayers like how you go to the Walmart. ഇന്നലെ
വാങ്ങിച്ച തക്കാളിയെ അവിടെ നാളെയും കിട്ടത്തുള്ളൂ. You will only receive what is already there. ഇന്ന് രാത്രി പറ, കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യം മതി. Father, I need your presence. Can you എനിക്ക് pray നിന്റെ like that? സാന്നിധ്യം മതി. Father, I need your presence. ആ സാന്നിധ്യത്തിൽ നീ ചലിക്കാൻ തുടങ്ങിയാൽ Father, if you start moving according to the presence of ഓ God, ഇതുവരെ കാണാത്ത പുതിയൊരു ദൈവം നിന്റെ മടിക്കകത്തിട്ട് you തരും. will see something new that the world has never seen. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? Can you believe tonight? ദൈവത്തിന്റെ സാന്നിധ്യം സൗഖ്യം തരുന്നതാണ്. The presence of God will heal you. ദൈവത്തിന്റെ സാന്നിധ്യം സൗഖ്യം തരുന്നതാണ്. The presence of God can heal ഇന്ന് you. രാത്രി വിശ്വസിക്കുക, ഇതിനകത്ത് ദൈവം സൗഖ്യം കൽപ്പിക്കാൻ പോകുകയാണ്. Tonight the Lord is moving with the ഇന്ന് healing രാത്രി ministry. ഇതിനകത്ത് ദൈവത്തിന്റെ സിക്നസ്സുകൾ മാറ്റാൻ Oh, the പോകുകയാണ്. Lord is going to take away some sicknesses from this room കാരണം tonight. മോശയുടെ ദൈവം മരിച്ചിട്ടില്ല. Because the God of Moses ഓ is still മോശയുടെ alive. ദൈവം മരിച്ചിട്ടില്ല. The God of Moses is still അവൻ alive. ഇന്ന് രാത്രിയും സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. He is a God who still heals. എന്തോ ഒരു അത്ഭുതമാ മോശ കണ്ടതറിയാമോ? What a miracle did Moses see? 40 ലക്ഷം ജനം 40 lakhs of people. 40 വർഷം 40 years. മരുഭൂമിയിൽ കൂടെ Through the wilderness. അവർ നടക്കാൻ തുടങ്ങി. They are walking. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, This night, let me ask you. നാളെ ഇവിടെ ഫുഡ് ഉണ്ടല്ലോ ഇല്ലയോ? We have lunch tomorrow. ഇന്ന് ഒട്ടേ ടെൻഷനാ നാളെ ഉച്ചക്ക് ഫുഡിനെ കുറിച്ച്. We are already tensed about what to cook for tomorrow's lunch. ഓ മോശക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. Moses wasn't worried. 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇന്ന് രാത്രി ഉറക്കമില്ല. To serve for 100 people tomorrow afternoon, a lot of us are already worried. 10 പ്രാവശ്യം വാൽമാർട്ടിൽ പോയിട്ട് വന്നു. Already 10 times we ran to the Walmart. ആമീൻ. ചരുവം ചട്ടി എല്ലാം കഴുകി വെച്ചിട്ടുണ്ടോ എനിക്കറിയാം. All the vessels are washed and ready for the cooking tonight. എടാ 40 ലക്ഷം ജനം 40 വർഷം 40 lakhs of people for 40 years. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, Morning breakfast, ഉച്ചയ്ക്ക് ലഞ്ച്, afternoon lunch, ഓ വൈകിട്ട് ഡിന്നർ. and their dinner. അയ്യോ ഇതിന്റെ പേരാ ദൈവ സാന്നിധ്യം. That is called Come the on, presence ഇതിന്റെ of പേരാ God. ദൈവ That is സാന്നിധ്യം. called the presence of Come on, God. ഇതിന്റെ പേരാ ദൈവ സാന്നിധ്യം. That is called the presence. ഇന്ന് രാവിലെ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? Tonight, can you believe? എടാ 100 അല്ല 40 ലക്ഷത്തെ മരുഭൂമിയിൽ 3 നേരം നടത്തിയ ദൈവം ഇന്നും ആ സാന്നിധ്യം ഇതിനകത്തുണ്ട്. The presence of God that led all those people through the wilderness is still working here. എന്തൊരു അത്ഭുതമാ, What a miracle. എന്തൊരു അത്ഭുതമാ. What a miracle. ഞാൻ ചിന്തിക്കും, പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതൊക്കെ വായിച്ചാ അങ്ങ് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കും. Amen. You must go home and read what happened Pastor, later on. You get so excited when you learn that. ചെരുപ്പ് പൊട്ടിയില്ല, Their sandals did not break. ഉടുപ്പ് വഴങ്ങിയില്ല. Their dresses did not grow bigger. അടുത്തത് കേൾക്കുമ്പോ അസൂയ വരല്ലേ? Or next when we read, do not be jealous. കാലേ നീരൊന്നും വന്നില്ലെന്ന്. Their legs did not swell up. ഇവിടെ 1.5 മൈൽ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് After walking 1.5 miles already. പാസ്റ്ററെ ഇന്നലെ രാത്രി തൊട്ട് കാലേ നീരാ. Here it's already a prayer request. Pastor, my legs completely swollen and I'm in pain. അയ്യോ പ്രാർത്ഥിക്കണേ, Oh, pray, Pastor. പ്രാർത്ഥിക്കണേ Pastor, പാസ്റ്ററെ. I need prayers. ഇട്ടുകളാ. Oh, leave there. ആമീൻ. നീ 100 മൈൽ നടന്നാൽ നിന്റെ കാല് നീര് Even വെക്കത്തില്ല. if you walk hundreds of miles, your leg wouldn't be swollen. നീ ദൈവ സാന്നിധ്യത്തിൽ നടക്കണം. Because you have നീ to ദൈവ walk in the സാന്നിധ്യത്തിൽ presence. നടക്കണം. Walk in the presence. ദൈവ സാന്നിധ്യത്തിൽ നടക്കണം. Learn to walk in the presence. ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്നവന്റെ മുഖം പ്രകാശിക്കും. Amen. The one who walks in the presence of God, his face will shine. മോശയുടെ മുഖം പ്രകാശിച്ചു. The face of Moses shone. എന്താ കാരണം? What is the reason? അവൻ ദൈവ സാന്നിധ്യത്തിൽ നടന്നു. He walked in the presence of God. 2 മോശയുടെ മുഖം എന്തുകൊണ്ട് പ്രകാശിച്ചു? Second thing, why did the face of Moses shine? എബ്രായ ലേഖനം 11:24. Hebrew chapter 11 verse 24. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അനുഭവത്തെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുക തിരഞ്ഞെടുത്തു. He chose to be mistreated with the people of God rather than enjoying the pleasures of sin. രണ്ടാമത്തെ കാരണം, Oh, the second thing. മോശയുടെ മുഖം പ്രകാശം. രണ്ടാമത്തെ കാരണം, The second thing why his face was shining. റൈറ്റ് ഡിസിഷൻ. He took certain right decisions in his അവന്റെ life. തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു. His selections were absolutely അവന്റെ right. തിരഞ്ഞെടുപ്പ് റൈറ്റ് His ആയിരുന്നു. selections and decisions were right. ഇന്ന് രാത്രി നമ്മുടെ മുഖം പ്രകാശിക്കുന്നില്ലെങ്കിൽ If our faces are not shining tonight, എന്താ കാരണമെന്നറിയാമോ? you know what is the reason? നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. Our decisions have failed at some point. ഇന്ന് രാത്രി തമ്പുരാൻ തിരഞ്ഞെടുപ്പിന്റെ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യണം. Amen. He decided to walk according to the selection and the choice of the Lord. ആമീൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me tell you tonight. ആമീൻ. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള എല്ലാ ഫെസിലിറ്റി അവന്റെ മുമ്പിൽ ഇരിക്കുക. When he has all the things that are favorable for him to be called as the son of Pharaoh. ഒന്നുകൂടെ പറഞ്ഞ രാജാവിന്റെ കൊച്ചുമകനാകാൻ ഇവനെ വിളിച്ചേക്കുക. Oh, he
is already being called as the grandson of the king at that time. നാളെ ഇവിടുത്തെ ട്രംപ് എന്നെ വിളിച്ചിട്ട് Tonight, if the President Trump calls me, പാസ്റ്ററെ ഞാൻ കൊച്ചുമകനായിട്ട് നിന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Pastor, I'm going to adopt you as my grandson. How would it look like? അന്നേരം കർത്താവ് പറയുക ദൈവജനത്തോട് കഷ്ടം അനുഭവം ഞാൻ നിന്നെ വിളിച്ചത് അപ്പുറത്തുനിന്ന് കർത്താവും പറയാന്ന് വെച്ചു. And on the other side, the Lord is speaking to me. I have called you to be mistreated with my people. നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? What would we choose? കർത്താവ് കഴിഞ്ഞ 10-20 വർഷമായി സുവിശേഷ വില ചെയ്യുക. For the past 20 years, Pastor, I'm ministering. ദൈവം എത്ര നല്ലവനാണ്. Lord, I'm ministering and God is so good. ട്രംപ് തുറന്ന വഴിക്കായി I സ്തോത്രം. thank the Lord for the way that President Trump opened. അടുത്ത ആഴ്ച എല്ലാവർക്കും എന്റെ വക ചിക്കൻ ബിരിയാണി ഓരോ പീസ് കേൾക്കും. Next week, I will serve a huge lunch in the church. കാരണം ട്രംപിന്റെ കൊച്ചുമകനാക്കി എന്നെ അങ്ങ് അഡോപ്റ്റ് ചെയ്തു. Because I'm already adopted as the grandson of the president. മോശ പറഞ്ഞില്ല. Moses did not say that. നമ്മൾ ഇതൊക്കെ ഇങ്ങനൊക്കെ കേട്ട് സ്വത്രം പറയാതിരിക്കുന്നവരാ. We are all ready to just pray and give thanks to the Lord for all മോശ these പറഞ്ഞു things. ഫറവോനെ അതവിടെ കൈവച്ചോ. Oh, he told the king, keep it with you. ഞാൻ ഇങ്ങനെ എന്റെ ദൈവത്തോട് ചോദിച്ചു. I asked the Lord, മോശ നീ എന്തൊരു മണ്ടനാടാ. Lord, Moses, what a fool are you? എടാ ആയുസ് മുഴുവൻ അധ്വാനിച്ചാ കിട്ടാത്ത അല്ലയോ ദൈവം നിന്റെ കൈ കൊണ്ട് തന്നെ. Even if you put your efforts for a lifetime, you wouldn't get this much of blessing. ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചാ കിട്ടാത്ത ദൈവം നിന്റെ കൈ കൊണ്ട് തന്നില്ലയോ. All your lifetime, if you work for this, you wouldn't receive it. മോശയ്ക്ക് ഒന്നറിയാം. But Moses knows something. ആമേൻ. ഇതല്ല എനിക്ക് ആവശ്യം. I don't need this. എനിക്ക് ആവശ്യം ദൈവജനമാ. All what I need is the people of എനിക്ക് ആവശ്യം God. ദൈവത്തിന്റെ All സാന്നിധ്യമാ. what I need is the presence of God. എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാ. All I need is the presence of മോശയുടെ God. തിരഞ്ഞെടുപ്പ് റൈറ്റ് ആയിരുന്നു. His decisions and choices were ഇന്ന് right. രാത്രി നിന്റെ തിരഞ്ഞെടുപ്പ് റെഡിയാണെങ്കിൽ If our decisions are right in the presence of God, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. tonight let me remind you. ഭൗതികത ലക്ഷ്യമാക്കാതെ ആത്മീയത തിരഞ്ഞെടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. If you are choosing the path of God not for worldly blessings, നീ ഭൗതികത ലക്ഷ്യമാക്കി ആത്മീയത തിരഞ്ഞെടുത്താൽ നീ പരാജയപ്പെടും. if you are choosing all the spiritual things so that you will be blessed in the world, you will be a failure. ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്നതിന് എന്നെ ഒത്തിരി പേര് വിളിക്കാറില്ല. Lord, I preach like this and a lot of people don't invite me ആമേൻ. ചിലർക്കൊക്കെ ഈ ചില സിസ്റ്റമാറ്റിക് കൂടെ പ്രസംഗിക്കണം. because some people wants to be preached in a system. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. I've told the Lord, കർത്താവേ എവിടെ പോയാലും നീ എനിക്ക് എന്ന ദർശനത്തിൽ ഞാൻ പ്രസംഗിക്കും. Lord, wherever I go, I will preach what you ഇനി have എനിക്ക് told രണ്ട് me. അടി തന്നിട്ട് വിട്ടാലും സ്വത്രം പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകും. Even if somebody beats me for that, I will thank the Lord and leave that place. കാരണം ഇന്ന് രാത്രി നമ്മുടെ തിരഞ്ഞെടുപ്പ് ആമേൻ പലരുടെയും തിരഞ്ഞെടുപ്പ് ഭൗതികത നോക്കിയാണ് ഈ കാലഘട്ടത്തിലെ ആത്മീക തിരഞ്ഞെടുപ്പ്. Because a lot of people in this world choose spiritual things looking at their final intention is the worldly blessings. കഴിഞ്ഞകാല ഭക്തന്മാർ ആമേൻ കുഞ്ഞപ്പുദേശിയും സാധു കൊച്ചുദേശിയും ഒക്കെ പാടിയത് ആഴിയെന്നോർത്തില്ല ആഴം ആരാഞ്ഞില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിലെന്നാ. Great men of God in the past days did not choose the spiritual things for their blessings in the world. ഇന്ന് രാത്രി അതിന്റെ പേര് ആത്മീകത. That is called spiritual ആമേൻ. life. മോശ പറഞ്ഞത് അതാണ്. That is what Moses said. ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാമോ Can we say നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടെന്ന്? how is our choices in ഞാൻ ഒരു life? കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം. Let me assure you something. തിരുവനം പറയുന്നു അമങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. Oh, the word of God assures us those who അവരുടെ looked മുഖം upon the ലജ്ജിച്ചു Lord, പോയില്ല. their faces were radiant. ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തൊട്ട ദൈവം തിരഞ്ഞെടുപ്പിനുള്ള അവകാശം കൊടുത്തത്. Amen. It's from Genesis chapter 2 onwards, man has the choice of freedom to ഈ choose. 16-ാം വാക്യവും 19-ാം വാക്യവും വായിക്കുമ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ കാണാൻ പറ്റും. In verse 14 and verse 19 we see two choices. ആമേൻ. ഞാൻ പലപ്പോഴും പറയും ദൈവം ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞ് മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ആമേൻ മുമ്പിൽ നിർത്തിയിട്ട് മനുഷ്യനോട് പറഞ്ഞു നിനക്ക് ഇനിയും തിരഞ്ഞെടുത്തതിന് പേരിടാമെന്ന് പറഞ്ഞു. Amen. The Lord gave the authority to name the creation that he made, to name them. ഞാൻ ഇങ്ങനെ പറയും ഈ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കൊടുത്തത് കാര്യമായി. Amen. It is a good thing that the Lord gave them the freedom to choose after creating all of it. ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയാമോ? If he would have accompanied man നാളെ even in the beginning, നേരം വെളുക്കുമ്പം when the next morning, ഞാൻ പുറത്തോട്ട് ഇറങ്ങും. when I get out, ഞാൻ എന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് പറയും when guests come to my home, അവൻ ഈ പുറത്തോട്ട് എന്റെ കൂടെ ഒന്ന് വന്നേ, can you come with me to ആകാശത്തേക്ക് outside? ഒന്ന് നോക്കിക്കേ. Look outside, look up to the sky. ഈ സൂര്യൻ ഞാനും കർത്താവിടെ ഉണ്ടാക്കിയേ. That sun there that's shining, I created along with the Lord. ഞാനും കർത്താവിടെ ഞാനിവിടെ പറഞ്ഞപ്പോഴാ കർത്താവ് ഇത് ചെയ്തേ. The Lord created this with my opinion. രാത്രി പറയും വന്നാട്ടെ പുറത്തോട്ടൊന്ന് വന്നാട്ടെ Tonight, can you come with me? ഒന്ന് നോക്കിക്കേ. Can you look up? ആ ചന്ദ്രനെ കണ്ടോ? Did you see the moon? ഞാൻ പറഞ്ഞപ്പോഴാ കർത്താവ് ഇത് ചെയ്തേ. The Lord did this according to my opinion. കർത്താവ് ഭോഷനൊന്നുമല്ല, The Lord is not a fool. ദൈവം ഭോഷനൊന്നുമല്ല. The Lord is not a fool. ഇതെല്ലാം സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പിന് അവകാശം He കൊടുത്തേ. gave the choice of freedom after all the creation. ഇന്ന് രാത്രി നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയണം. We must understand our ഇന്ന് calling. രാത്രി നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ We must തിരിച്ചറിയണം. understand the freedom of ദൈവത്തിന്റെ choice. പൈതലെ നിന്റെ തിരഞ്ഞെടുപ്പാണ് നിന്നെ വിജയിപ്പിക്കുന്നത്. It is your choice that will lead you to victory.
നിന്റെ തിരഞ്ഞെടുപ്പാണ് നിന്റെ ശുശ്രൂഷയെ മാറ്റുന്നത്. It is your choice that will change the നിന്റെ trajectory of തിരഞ്ഞെടുപ്പാണ് your നിന്റെ ministry. ശുശ്രൂഷയെ മാറ്റുന്നത്. It is your choice that will change the trajectory of your ഈ ministry. യേശു കർത്താവിന്റെ മരണശേഷം പത്രോസ് ഈ വലയും വള്ളവും എടുത്ത് തിബിരിയാസ് കടയിൽ പോയി. Amen. Peter went back to fishing after Jesus was crucified. ഈ കർത്താവ് സ്നേഹമുള്ളവനാ. Jesus is a loving God. ഈ തള്ളി പറഞ്ഞോട്ട് പോയവന്റെ പുറകെ യേശു പോയി. Jesus went back chasing after the man who betrayed him. ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയുന്നില്ലാതെ 3 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞവനാ. Amen. Peter is the one who betrayed him thrice. ഈ പത്രോസ് തിബിരിയാസ് കടൽക്കരയിൽ പരാജയപ്പെട്ട് നിൽക്കുകയാ. There when Peter is all failure when he was fishing at the sea of എനിക്ക് Tiberias. ഒത്തിരി ഇഷ്ടം തോന്നിയൊരു വാക്കുണ്ട്. There is a word that I really love. കർത്താവിനെ കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചേ. Amen. Jesus addressed them, "Oh children." നമുക്ക് ഭാര വെച്ചിട്ട് പോയവനെ നമ്മൾ അങ്ങനെ വിളിക്കുവോ? Will we address people who are against us as children? അങ്ങനെ വിളിക്കുവോ? Will we call them ever? ഇവിടെ എല്ലാവരും വിളിക്കുന്ന ഒരാളോ കര ഉയർത്തി സ്തോത്രം I പറഞ്ഞു. thank the Lord for people who address like that. Everybody seems to be like നിങ്ങൾ that. നല്ല വിശ്വാസികളായോണ്ട് ദൈവത്തിന് I സ്തോത്രം. thank the Lord for blessed believers here. കുവൈറ്റിൽ എല്ലാവരും ഒന്നും അങ്ങനെ വിളിക്കത്തില്ല. It was in Kuwait, they wouldn't call them like that. അവന് കൊടുക്കാവുന്ന പണി അപ്പുറത്തെ പണി കൊടുക്കും. Because they will give all the problems to that man. അവൻ എന്നാൽ ദൈവത്തിന് പത്രോസിനെ യേശു വിളിച്ചു കുഞ്ഞെന്നാ വിളിച്ചേ. Amen. Jesus called Peter child. എന്നിട്ട് പറഞ്ഞു മോനെ കേറി വാടാ. Oh, come back. ആമീൻ കരലിമേ ചുട്ടതുണ്ട് വാ വന്ന് കഴിച്ചാട്ടെ. There is already bread on that furnace for you. എന്തിനാണെന്നറിയാവോ? Oh, do you know why? ഇവൻ പരാജയപ്പെട്ട് നിൽക്കുകയെന്ന് കർത്താവിനറിയാം. Jesus is completely aware of the fact that he is a failure there. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. Let me tell you. പരാജയപ്പെട്ടവന് നിങ്ങൾ ആരെങ്കിലും വിരുന്ന് കൊടുക്കും? Will you prepare a banquet for people who are actually failed? ആമീൻ നിങ്ങളുടെ മോള് 12th 0 മാർക്ക് വെച്ച് പൊട്ടി വന്നാൽ നിങ്ങൾ വൈകിട്ട് വിരുന്ന് കൊടുക്കും? Will you give a banquet or a party? Will you throw a party if your daughter actually failed in a grade? അന്ന് 3 ദിവസത്തേക്ക് ആ വീട്ടിൽ കഞ്ഞി വെക്കത്തില്ല. That from that day forward for 3 days you wouldn't eat. ആമീൻ എന്നാൽ കർത്താവ് പരാജയപ്പെട്ടവനോട് പറഞ്ഞു വന്നാട്ടെ നിനക്കൊരു വിരുന്നുണ്ടെന്ന്. But Jesus told a man who was complete failure, "Come, I have prepared a banquet for you." എന്തിനാണെന്നറിയാവോ? You know why? ഈ വിരുന്ന് കൊടുത്ത് എന്തിനറിയാവോ? You know why he was given a table? ഇനി അവൻ പരാജയപ്പെടാതിരിക്കാനാ. So that he wouldn't fail again. ഇനി അവൻ The പരാജയപ്പെടാതിരിക്കാനാ. Lord was making sure that he wouldn't fail again. എന്താ തെളിവെന്നറിയാമോ? You know what's the reason? പടക് നിറഞ്ഞു. The entire boat was filled with ആമീൻ fish. പടക് നിറഞ്ഞു. The entire boat was filled. ഒരുപക്ഷെ ബൈ പറഞ്ഞ് പത്രോസിന് വേണേ പോകാം. Peter would have left with the fish that he got. കർത്താവ് ഒറ്റ ചോദ്യം ചോദിച്ചു. There was one question Jesus arised നീ again. എന്നെ സ്നേഹിക്കുന്നോ? Do you love me? നീ എന്നെ സ്നേഹിക്കുന്നോ? Do you love me നീ dearly? എന്നെ സ്നേഹിക്കുന്നോ? Do you love me? മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. At the third question, Peter cried out loud. ഒറ്റ ആൻസറിനകത്തെല്ലാം ഒതുങ്ങി. There was only one answer that he നീ said. സകലതും അറിയുന്നു. He completely coagulated the whole thing and he said, "Lord, you know me." ഇന്ന് രാത്രി ആത്മീക മർമ്മം ഞാൻ പറയാം. Oh, let me tell you a truth. ഒറ്റ കാര്യം കർത്താവ് പറയാം, കർത്താവേ നീ സകലതും Oh, അറിയുന്നു. just acknowledge the fact that, Lord, you know everything. തമ്പുരാൻ പറഞ്ഞു ആമീൻ നീ മനുഷ്യരെ പിടിക്കുക. Lord, Jesus assured him, "You will be fishers of men." ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ സഭയിൽ പ്രസംഗിച്ചപ്പോൾ When I preached this in my message, in my ആമീൻ church, ആദ്യം ഇപ്പൊ പത്രോസിന് കൊടുത്ത ശുശ്രൂഷക്കാൾ വലിയ ശുശ്രൂഷയാണ് രണ്ടാമത് കൊടുത്തേ. amen, it was a greater ministry that the Lord entrusted him in the second phase. making him സാധാരണ fishers of men. ആദ്യത്തതിൽ പരാജയപ്പെട്ട രണ്ടാമത് കൊടുക്കും പിന്നെ ചെറുതേ കൊടുക്കത്തുള്ളൂ. Amen. Generally, when you entrust somebody with something that is already failed, you will give a relatively lesser ഇപ്പൊ responsibility. നമ്മൾ ഒന്നുകൂടെ അവനെ ഒന്ന് കൺസിഡർ ചെയ്താൽ പോലും പഴയ കൊടുത്ത പൊസിഷൻ ഒന്നും കൊടുക്കത്തില്ല. Even if you consider him for a second chance, you wouldn't give him a greater responsibility than the previous one. കർത്താവ് അങ്ങനെ ചെയ്യുന്ന പുള്ളിയല്ല. But Jesus did not do that. ആമീൻ അതിലും ശക്തമായ ശുശ്രൂഷ അവനെ കൊണ്ട് ചെയ്യിച്ചു. Jesus gave him a better, നിങ്ങൾ bigger അപ്പോസ്തലർ responsibility. 3-ാം അധ്യായം വായിക്കണം. In Acts chapter 3, you ഓ will see. പത്രോസ് നടക്കുന്നിടത്ത് അത്ഭുതം. When Peter walks, there's പത്രോസ് miracle. ഇരിക്കുന്നിടത്ത് അത്ഭുതം. When Peter sits, there's ആമീൻ miracle. പത്രോസിന്റെ വസ്ത്രം തൊടുന്നിടത്ത് അത്ഭുതം. When people touch his robe, people പത്രോസിന്റെ are being നിഴൽ healed. വീഴുന്നിടത്ത് അത്ഭുതം. When Peter is walking, ആമീൻ he's being- പത്രോസിന്റെ people are being പ്രസംഗത്തിൽ അത്ഭുതം. healed. In Peter's sermons, there are ഒറ്റ breakthroughs. പ്രസംഗത്തിൽ 3000 വെള്ളത്തെ അവൻ മുക്കിപ്പൊക്കി. Just one sermon, 3,000 people were added to the church. ഇന്ന് രാത്രി പത്രോസേ Peter. നിന്റെ ഒരു വാക്ക് കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. Peter, the Lord accepted one word from your genuine heart. കർത്താവേ നീ സകലതും അറിയുന്നു. Lord, you know everything. ഇന്ന് രാത്രി ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നമുക്ക് കർത്താവിനോട് പറയാം, In a phase of choice, can we tell the Lord, കർത്താവേ നീ സകലതും അറിയുന്നു. Lord, you know me, you know everything. തിരഞ്ഞെടുപ്പ് തെറ്റിയാൽ ജീവിതം തെറ്റും. If our choices go wrong, our life will end up in a mess. ആമീൻ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിന്റെ ഗതി മാറ്റുന്നത്. Amen. It is your choice that will decide the trajectory of your life. ആമീൻ തിരഞ്ഞെടുപ്പാണ് നിന്റെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. It is the choice that you make that will lead your life to success. ആമീൻ ഇന്ന് രാത്രി ഒന്നാമത് ഞാൻ പറഞ്ഞു, The first thing,
മുഖം പ്രകാശിച്ചത്? The first thing that we learned tonight, why the face of Moses shined. അവൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചു. Because he desired and lived in the presence of God. രണ്ടാമൻ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുപ്പ് അവന്റെ റൈറ്റ് Second ആയിരുന്നു. thing, his choices were right. He decided to be with the people of God. ആമേൻ. മൂന്ന്, മോശയുടെ മുഖം പ്രകാശിച്ച മൂന്നാമത്തെ കാരണം. The third thing why his face shined. പുറപ്പാട് പുസ്തകം 34:29 വാക്യം. Exodus 34:29. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാട്ടെ. ആ ആ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ച് സീനായി ഭാഗത്തും താഴേക്ക് ഇറങ്ങി വന്നു. മതി, ഇനി ബൈബിൾ അടച്ചാട്ടെ. ദൈവത്തിന് മൂന്ന്, മോശയുടെ മുഖം പ്രകാശത്തിന്റെ കാരണം. The third thing, the reason we read here, ഒറ്റ കാര്യമേ ഉള്ളൂ. there was only one thing. ദൈവത്തിന്റെ വചനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. He kept the word of God close to his ഈ heart. പെട്ടകം അവന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. He kept his commandments, covenants of the സീനായിയുടെ Lord മുകളിൽ close to his ഇറങ്ങി heart. വരുമ്പോൾ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വെച്ച അവൻ ഇറങ്ങി വന്നത്. When he came down from Mount Sinai, he had the tablets of the Lord close to ഇന്ന് his രാത്രി heart. ദൈവസഭയോട് ഞാൻ പറയട്ടെ, Let me tell you, church, നിന്റെ മുഖം പ്രകാശിക്കണമെങ്കിൽ തിരുവചനം നീ ചേർത്ത് if പിടിക്കണം. you want your life's face to be shining, hold close the word of God to ഈ your heart. വചനം നീ ചേർത്ത് പിടിച്ചാൽ Hold this word of God close to your heart. നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം കാണാൻ തുടങ്ങും. Amen. You will see miracles in your life. ഇന്ന് രാത്രി വചനം ജീവനും ചൈതന്യമുള്ളതാണ്. This word is active and powerful. ആമേൻ. ഇത് ജീവൻ, ആമേൻ, ഇത് ഇരുവാറ്റുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. It is sharper than any two-edged sword. ഇന്ന് രാത്രി തിരുവചനത്തെ നിന്റെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുഖം പ്രകാശിക്കാൻ If തുടങ്ങും. you are a child of God who holds the word of God close to your heart, your faces will shine. ഇന്ന് രാത്രി തിരുവചനം നമ്മുടെ മാർവോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? Have we held close the word of God to our hearts? പലപ്പോഴും ഈ തിരുവചനം നമ്മൾ ഈ രാത്രി തലക്കട വെച്ചോണ്ട് കിടക്കുന്ന പരിപാടിയാണ് Most of the നമുക്കുള്ളത്. times this word of God serves as a pillow for a headrest for our bed. പിന്നെ ചില പുള്ളികളുണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ട് ഉമ്മയും കൊടുക്കും. There are some people who actually end up kissing the word of God, Bible, twice or thrice before they sleep. ഇത് ഉമ്മ കൊടുക്കാനുള്ളതും തലക്കട വെക്കാനുള്ളതും അല്ല. This is not to kiss and to keep as a headrest. ഇത് നിന്റെ ഹൃദയത്തോട് ചേർത്ത് This has വെക്കാനുള്ളതാണ്. to be written on the tablet of your heart. കാരണം തിരുവചനം ദൈവത്തിൻ്റെതാണ്. Because the word of God is from the mouth ഈ of the വചനം Lord. കർത്താവാണ്. This word is ഇന്ന് God. രാത്രി നിന്റെ മുഖം പ്രകാശിക്കണമെങ്കിൽ, You have your face shine. ആമീൻ, ഇന്ന് രാത്രി നിന്റെ മുഖം പ്രകാശിക്കണമെങ്കിൽ, Your face has to shine. ആമീൻ, ദൈവത്തിന്റെ വചനം നിന്റെ മാർവോട് നീ ചേർത്ത് The പിടിക്കണം. word of the Lord has to be close ഇന്ന് to your രാത്രി heart. തിരുവചനം മാർവോട് ചേർത്ത് പിടിച്ച് ആരും ലജ്ജിച്ചു പോയിട്ടില്ല. Oh, nobody has ever been put to shame. ആമീൻ. Those ഈ who looked unto the തിരുവചനം Lord. ചുമന്ന ഒരുത്തന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. Oh, no generations has been lost. of ഇന്ന് parents രാത്രി who പറയട്ടെ, held close കഴിഞ്ഞ the word of കാലങ്ങൾ God. നമ്മുടെ മാതാപിതാക്കൾ ഈ തിരുവചനം മാർവോട് ചേർത്ത് പിടിച്ചതിന്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു It is the കൊണ്ടിരിക്കുന്നത്. blessing of our parents when they held close the word of God that we are experiencing കാരണം അത് tonight. നിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. It is the light unto your path. ഇന്ന് രാത്രി നിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വചനമാണ്. It is the word of God that will deliver you from your darkness. ഈ വചനത്തിൽ ഉറച്ചവന് മാത്രമേ തന്റെ അടുത്തോട് നിൽക്കാൻ പറ്റത്തുള്ളൂ. Only those people who are rooted in the word can stand strong. അതുകൊണ്ടാണ് മൂന്ന് ബാലന്മാർ ഇങ്ങനെ പറഞ്ഞു, That is why three boys said, ആമീൻ, ഈ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. we will not bow down to the statue ഇന്ന് that you രാത്രി നീ made. നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. We will not bow down at the statue അവര് that you പറഞ്ഞ made. അടുത്ത വാചകമാണ് ഏറ്റവും വലിയത്. The next phrase is the biggest ഞങ്ങളുടെ phrase. ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, Even if our God delivers us or not. ഇന്ന് രാത്രി വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ വചനം എന്റെ അതിർത്തി മാറത്തില്ല. Oh, even if my God doesn't deliver me, this word will not go in ഇന്ന് from my രാത്രി mouth. അങ്ങനെ ഒന്ന് പറയാമോ? Can we make a decision tonight? കർത്താവേ, അത്ഭുതം കണ്ടാലും കണ്ടില്ലെങ്കിലോ, Even if I see a miracle or not, ആമീൻ, ഈ ദൈവവചനം വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. I will not move away from this word of God. ആമീൻ. യോശുവയെ ദൈവം വിളിക്കുമ്പോൾ, Oh, when Joshua was called by the Lord, ആമീൻ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, the presence of God told him, ആമീൻ, ഈ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. you should not move away from the word of God. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. Oh, be strong and be of good courage. ആമീൻ. മുമ്പിൽ യോർദാൻ വരുത്തില്ലെന്ന് പറഞ്ഞില്ല. Oh, the Lord did not assure him that you will not have Jordan River challenges in ആമീൻ. your life. മുമ്പിൽ എരിഹോം വരുത്തില്ലെന്ന് പറഞ്ഞില്ല. God did not assure him about Jericho's not coming into his മുമ്പിൽ life. ഹായി പട്ടണം വരുത്തില്ലെന്ന് പറഞ്ഞില്ല. The Lord did not assure him about fights with tribes. യോശുവയെ, എന്തെല്ലാം വന്നാലും ഇത് നീ വിട്ടടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. Whatever comes in your life, do not move ഇന്ന് away. രാത്രി ഞാനൊരു ദൂത് പറയാം. Oh, let me tell you a ഈ message. വചനത്തിൽ വിശ്വസിച്ച് നീ യാത്ര ചെയ്താൽ, If you believe in this word and go എത്ര forward, യോർദാൻ കലങ്ങി മറിഞ്ഞു വന്നാലും, or whatever river ആമീൻ, Jordan comes എത്ര from,
യോർദാൻ കലങ്ങി പറഞ്ഞു വന്നാലോ, However bigger Jordan comes in front ഓ of you, എത്ര എരിഹോ കോട്ടകൾ നിനക്കെതിരെ വന്നാലോ, how big the wall of Jericho may rise, ഓ എത്ര ഹായി പട്ടണം നിനക്കെതിരെ വന്നാലോ, how much a tribe of high may come for you, ഇന്ന് രാത്രി വചന മുഖാന്തരം നീ അത്ഭുതങ്ങളെ കാണൂ. you will see the miracles through the word of God. ഈ വചനം അത്ഭുതം ചെയ്യുന്നതാണ്. This word still works ഈ wonders. വചനം ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. This word will still work wonders. ഈ വചനത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. Oh, this word can still bring forth miracles. ദൈവത്തിന്റെ വചനം അത്ഭുതം ചെയ്യും. Amen. The word of the Lord still brings miracles. എന്റെ സഭയിൽ എന്റെ അസോസിയേറ്റ് പാസ്റ്റർ 15 വർഷം മക്കളില്ലായിരുന്നു. In my church, my associate pastor did not have children for 15 long years. കഴിഞ്ഞ ലാസ്റ്റ് ന്യൂ ഇയറിന് Last New Year, 2024 ആദ്യത്തെ ഭാഗം in 2024, when the year was coming to a close, ആമേൻ, ഞാൻ അന്ന് രാത്രി ന്യൂ ഇയറിന് മെസ്സേജ് ഇങ്ങനെയായിരുന്നു. the New Year word that the Lord gave me was like this. ആമേൻ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Here, I'm doing a new thing. നീ പണ്ടുള്ളവയെ ഓർക്കണ്ട, You don't have to remember the former things. മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. You don't have to consider the old ഇതാ ഞാൻ things. പുതിയൊന്ന് Here ചെയ്യുന്നു. I do, behold, I do a new thing. അതിപ്പോൾ തന്നെ That ഉത്ഭവിക്കൂ. will spring forth now. ഞാൻ ആ കുടുംബത്തോട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. I told the family the Lord will do a miracle this year. 14 വർഷത്തെ സങ്കടം നീ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. 14 years of sorrow, you don't have to be reminded of 14 that. വർഷത്തെ സങ്കടം നീ 14 പറഞ്ഞുകൊണ്ടിരിക്കണ്ട. years of sorrow, you don't have to remind me about ദൈവം that. നിനക്ക് വേണ്ടി അത്ഭുതം The ചെയ്യും. Lord will work through for you. ആ സഹോദരി കൺസീവ് ആയി. That woman conceived. ആമേൻ. എല്ലാവരും ആ സഹോദരിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, Oh, everybody told her, സിസ്റ്ററെ ഡ്യൂട്ടിക്കൊന്നും പോവല്ലേ, sister, don't go back to do the work. കാരണം 15 വർഷം ഇല്ലാതിരുന്നതാ. 15 years you did not have a child. ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം. You have to take complete bed rest. ആമേൻ. ആ സഹോദരി എന്നോട് പറഞ്ഞറിയാമോ, And that lady told me, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ, this is the promised child of God. ഇത് ദൈവത്തിന്റെ This വാഗ്ദത്തമാ. is the promised one of God. ആ സഹോദരി ഡെലിവറി ആകാൻ വന്നത് ഡ്യൂട്ടിന്നാ. I mean, she went to her labor room from work. ആമീൻ. എന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പെയിൻ ആയി, ഞാൻ ഡ്യൂട്ടിന്ന് പോവാന്ന് പറഞ്ഞു ലേബർ റൂമിലോട്ട്. She called us and she said, Pastor, I'm in pain. I'm going from work directly to the hospital. ആമീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, 15 വർഷം ഇല്ലാതിരുന്നിട്ട് കൺസീവ് ആയ നമ്മൾ വീടിന്റെ പുറത്തിറങ്ങത്തില്ല. Amen. After 15 years when we are conceived, we may not even get out of our house. അപ്പൊ നമ്മൾ 2 ചോദ്യം കൂടെ പറയും. We may ask twice. കാരണം എല്ലാത്തിനും വാക്യമുണ്ടല്ലോ. We have verses. ദൈവത്തെ പരീക്ഷിക്കരുത്. We have verses in everything. എടോ, Don't test ദൈവം തന്ന God. നന്മയാണെങ്കിൽ ദൈവത്തിന് അറിയാൻ നിന്നെ കൊണ്ട് ഡ്യൂട്ടിയും ചെയ്യിക്കാൻ. Amen. If it is from the Lord is capable to ഇന്ന് രാത്രി provide ഈ for you. സന്ദേശം ഞാനിവിടെ പറയുമ്പോൾ ദൈവം ചില അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. Amen. Tonight when I'm preaching this, I know ഇന്ന് that God is രാത്രി doing ഒരു wonders. അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന റാമീൻ പറഞ്ഞ് ഏറ്റെടുത്തു. Amen. If you are believing God for some miracle, praise the Lord and receive it ദൈവത്തിന്റെ tonight. ആമീൻ മിറക്കിൾക്ക് അത്ഭുതങ്ങൾക്ക് ബൗണ്ടറി ഇല്ല. There is no boundary or limitations to the ആമീൻ. word of God. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല. There is no limit to the word of God. ഇന്ന് രാത്രി ദൈവമാണ് നിന്റെ ഉദരത്തിൽ തലമുറയെ തന്നെങ്കിൽ നീ ഒരു ദിവസം പോലും നിന്റെ ജോലി ഉപേക്ഷിക്കണ്ട. If the Lord has blessed you with a child, if you're carrying the promised one, you don't have to be in pain. കാരണം ദൈവം വിശ്വസ്തനാ. Because the Lord is faithful. നിങ്ങൾക്ക് കേൾക്കണോ? Tonight, do you want to listen? ആമീൻ. ആ പെൺകുട്ടി ഡ്യൂട്ടിയിൽ പോകുമ്പോഴാണ് പെയിൻ ഉണ്ടാകുന്നത്. She's going for her work and she's in pain. താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയും കൊടുത്തു വണ്ടിയും കൊടുത്തതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. Amen. The doctor in the hospital that she was working for paid all the prices for her to travel and get to the hospital. ഇതിന്റെ പേര് അത്ഭുതം. That is what is called a miracle. ഇതിന്റെ പേര് അത്ഭുതം. That is called a miracle. ആമീൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, Tonight, let me tell you, ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. this word must be ഒന്നേ received. പറഞ്ഞോളൂ, കർത്താവ് പുതിയത് ചെയ്യുമെന്ന്. The Lord just ഇന്ന് promised രാത്രി them, I will സഭയോട് do ഞാൻ a new പറയുന്നു, thing. തമ്പുരാൻ പുതിയൊന്ന് ചെയ്യും. The Lord will do a new കാരണം ഈ വചനം പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. Because whatever the word ഈ is, വചനം yours will be അത്ഭുതമാണ്. done. This word is ആമേൻ. ഈ promised. വചനം ജീവനാണ്. This word is life. ഈ വചനം ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹാപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടാൻ This പോകുകയാണ്. word will bring forth wonders. ഇന്ന് രാത്രി മോശയുടെ മുഖം പ്രകാശത്തിന്റെ കാരണം Oh, the reason why the face of Moses ആമേൻ shined. ദൈവത്തിന്റെ വചനത്തെ അവനവന്റെ മാർവോട് ചേർത്ത് He പിടിച്ചു. held the word of God close to his heart. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മുടെ മാർവോട് ചേർത്ത് പിടിക്കണം. Oh, hold close the word of God in our ഇന്ന് hearts. രാത്രി ദൈവത്തിന്റെ വചനം നമ്മുടെ മാർവോട് ചേർത്ത് പിടിക്കണം. Tonight, get closer to the word of God. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, Jesus said, നിങ്ങൾ ലോകത്തിന്റെ you വെളിച്ചമാകുന്നു. are the light of the world. എന്നിട്ട് അടുത്ത വാചകം പറഞ്ഞു, മലമേലുള്ള പട്ടണം പോലെ നിങ്ങൾ ശോഭിക്കണം. And shine, Jesus said, shine like a city on the hill. നിങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കരുത്. Do not be hidden. ഞാൻ ആമീൻ എന്റെ 17-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരാളാണ്. I'm ministering, I'm preaching the word of God from the age of 17. ആമീൻ. ഞാൻ അടൂര് ഒരു മാർത്തോമ പള്ളിയിൽ 3 ദിവസം പ്രസംഗിച്ചു. I am preaching in a traditional church in a place in Kerala. ആമീൻ. 3-ാമത്തെ ദിവസം അവിടുത്തെ ദൈവദാസൻ എന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. There the man of God introduced me the third day in this manner. ഇന്ന് രാത്രി ഞാൻ ദൈവദാസന്റെ പേര് വരുന്ന ചിരിക്കുന്ന ഉപദേശി എന്നാ പറഞ്ഞു. Amen. Today I'm introducing a man of God
man of God, he's a laughing man of God. ആമീൻ. നമുക്ക് എപ്പോഴും ഒരു ചിരി ഉണ്ടാവണം. A laughing preacher, we always must have a smile എന്തിനാ on നമ്മൾ our face. ചിരിക്കാതിരിക്കുന്നത്? Why are we not smiling? ചിരിക്കുന്നത് നല്ലതാ. It is good to smile. ദൈവവചനത്തിൽ സന്തോഷിക്കണം. Rejoice in the word. ആയുസ്സിന് ഏറ്റവും നല്ല സംഭവമാണ് ചിരിക്കുന്നത്. Amen. The best medicine for your health is to laugh and smile. 100 വയസ്സ് വരെ ജീവിക്കണം. If you want to live for 100 years, രാത്രി പോയി ശ്വാസം മുട്ടിയിരിക്കാതെ കർത്താവിന്റെ വചനത്തിൽ വായിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് കിടന്നുറങ്ങും. go back home, rejoice in the word of the Lord, smile and sleep. ഇതിനകത്ത് മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. There are people from medical field here. എന്നേക്കാൾ അറിവുള്ളവരാണ്. There are people who are know better than ആമീൻ. me. മിക്കവാറുമുള്ള പല രോഗത്തിന്റെ റീസൺ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷനാണ് അല്ലേ ഡോക്ടറെ? Amen. Several sicknesses that we have in our body, the root cause is stress. ഇത് കുറയ്ക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ കാര്യത്തിലൊക്കെ To സന്തോഷിക്കണം. reduce stress, there is only one sustainable medicine. Rejoice in the word. എന്തിനാ Why നിരാശപ്പെട്ടിരിക്കുന്നത്? are you sad? സ്തേവാനോസിന്റെ മുഖത്ത് കല്ല് വന്ന് വീഴുമ്പോഴും അവന്റെ മുഖം ജ്വലിച്ചെന്നാ എഴുതി When വെച്ചത്. Stephen was taking the stones that came against him, his face shined with glory. പൗലോസ് പറഞ്ഞു നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്നാ പറഞ്ഞത്. Paul said, rejoice in the Lord always. ഒറ്റ വഴിയേ ഉള്ളൂ. There is only one way. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ മാർബോട് ചേർത്ത് പിടിക്കണം. Oh, hold close the presence of God and the word of God. ആമേൻ. മോശയുടെ മുഖം സന്തോഷിച്ചു. Oh, the face of the Lord. മോശയുടെ മുഖം പ്രകാശിച്ചു. Face of Moses shined. നദിയിൽ തീരേണ്ടവനെ കൊണ്ട് ചെങ്കടൽ കർത്താവ് പിളർപ്പിച്ചു. The Lord split seas with a man who ആമേൻ. supposed to നദിയിൽ end up in മുങ്ങി a river. പൊങ്ങേണ്ടവനെ കൊണ്ട് ദൈവം ചെങ്കടൽ കൂടെ അക്കരെ കടത്തി. Oh, the Lord crossed over the Red Sea through a man whose life would have ended up in a ഇന്ന് river. രാത്രി പിശാച് നിങ്ങളെ നദിയിൽ തീർക്കുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ If the enemy is challenging you, ഈ രാത്രി ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറ്റം ചെയ്യുകയാ. let me give you a message tonight. നീ തീരത്തില്ല. You will not end up. നിന്നെ അവസാനിപ്പിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. The enemy cannot ഈ രാത്രി stop you. വിശ്വസിക്കുന്ന ഏറ്റെടുത്ത ആമീൻ പറഞ്ഞാട്ടെ. Believe and receive it നിന്റെ tonight. നന്മയെ മുടക്കാൻ ആർക്കും കഴിയത്തില്ല. Your blessings cannot be നിന്റെ cancelled. ഉയർച്ചയെ തടയാൻ ആർക്കും കഴിയത്തില്ല. Your honor cannot be നദിയിൽ stopped. അവസാനിക്കേണ്ട മോശയെ കൊണ്ട് Oh, the Moses who was supposed to end up in 40 a ലക്ഷം river. ജനത്തെ ചെങ്കടലിൽ കൂടെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ The Lord used him to deliver 40 ഇന്ന് lakhs of രാത്രി people. തുൽസ പട്ടണത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാദൂത് പറയുന്നു. The Lord is promising that he will only use ഇന്ന് the city രാത്രി of Tulsa. ദൈവത്തിന്റെ അത്ഭുതം ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. The presence of the Lord will guide you in the city. ഇന്ന് രാത്രി നീ നദിയിൽ തീരാൻ വിളിക്കപ്പെട്ടവനല്ല. You're not called to end up in a river. നീ ഇന്ന് ചെങ്കടലിൽ കൂടെ വഴിയൊരുക്കാൻ You are വിളിക്കപ്പെട്ടവനാണ്. called to split the sea. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. God is a God. ഇന്ന് രാത്രി അത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Because the wonders are still continuing. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ അത്ഭുതമായി വെളിപ്പെടുകയാണ്. The presence of God is manifesting as miracles in ഇന്ന് our രാത്രി lives. മലമേലുള്ള പട്ടണം പോലെ നമ്മൾ ശോഭിക്കണം. Like a city on the hill, let us shine the light of God. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, Let me ask you something. നമ്മളെ കാണുന്നവർ ഈ സന്തോഷം കാണുന്നുണ്ടോ? Oh, are people who see us seeing joy of the Lord in our lives? നമ്മളെ കാണുന്നവർ പറയണം നീ ഒരു ദൈവവേദനാണെന്ന്. When people see us, people must say we are a child of God. നമുക്ക് ലഭിക്കുന്ന ആയുസ്സിനകത്ത് നാം കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. Do not live your life with cry and sorrow. ആമേൻ. നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം. Rejoice in the Lord and lead your life. കാരണം നമ്മുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പിട്ടൊരു ദൈവമുണ്ട്. Because there is a choice of the Lord on our life. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ മേൽ തിരഞ്ഞെടുപ്പിട്ടൊരു There ദൈവമുണ്ട്. is a choice of the Lord on our life. ആമേൻ. ആ ദൈവം വിശ്വസ്തനാണ്. Amen. That Lord is faithful. എല്ലാവരുടെയും കണ്ണുകൾ ഇന്ന് രാത്രി അടയട്ടെ. Every eyes be closed. സമയം മുൻപോട്ട് പോയല്ലോ. Oh, time has gone forward. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ നമുക്കടയാം. Let's close our eyes. ആമേൻ. നമ്മളെ തിരഞ്ഞെടുക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല. We don't have any words to be chosen. അവൻ ഇന്ന് രാത്രി നമുക്കൊരു യോഗ്യതയുമില്ല. There's no words in our അവൻ life. ഇന്ന് രാത്രി നമ്മുടെ യോഗ്യതയില്ലാത്ത നമ്മളെ കർത്താവ് സ്നേഹിച്ചെന്നുള്ളതാണ്. Our word is the fact that we are unworthy and still the Lord loved us. അവൻ ഒരു യോഗ്യതയുമില്ലാതെ നമ്മളെ തമ്പുരാൻ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ യോഗ്യത. Even when we were not worthy, he still loved us. നമ്മുടെ കുടുംബ പാരമ്പര്യം നോക്കിയാൽ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ യോഗ്യരല്ല. Not if we look at our family background, we may not be നമ്മളെ worthy. ഇന്നലത്തെ ചരിത്രം നോക്കിയാൽ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല. If we look at our history, we may not be even able to minister. പക്ഷെ കർത്താവ് നമ്മളോട് ദയ തോന്നിയതാണ്. The Lord showed his compassion. ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. That Lord is here. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടി, That is why the songwriter said, എന്നെ തിരഞ്ഞെടുപ്പാൻ, oh, to choose me, എന്നെ മാനിക്കുവാൻ, to honor me. എന്നിൽ എന്തു നീ കണ്ടേശുവേ. What did you see in me, Lord? ഒരു യോഗ്യതയും പറയാനില്ല. I have nothing to boast. കൃപ ഒന്ന് മാത്രമേ. Only your grace. എന്നെ തിരഞ്ഞെടുപ്പാൻ